പ്രിയ വിദ്യാർത്ഥികൾക്ക് സാക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനാണ്. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന് നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ 3 ചാപ്റ്ററുകൾ നമ്മൾ +1 പഠിച്ച C++ൻ്റെ കണ്ടിന്യൂഷനാണ്. അതിലെ ആദ്യത്തെ ചാപ്റ്ററിൻ്റെ പേര് റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്നാണ്. അതിൻ്റെ പേര് സൂചിപ്പിക്കും പോലെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ റിവ്യൂ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറൈസ്ഡ് ഫോമാണ്. അപ്പോൾ ഇതിൽ വരുന്ന ഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ആണ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. C++ എന്ന ലാംഗ്വേജ് പഠിപ്പിച്ചപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞ ടോപ്പിക്കായിരുന്നു ക്യാരക്ടർ സെറ്റ്. ഒരു ലാംഗ്വേജിൻ്റെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെയാണ് ക്യാരക്ടർ സെറ്റ് എന്ന് വിളിക്കുന്നത്. ആ ക്യാരക്ടർ സെറ്റിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആൽഫബറ്റ്സ് വരാം, അതും അപ്പർ കേസ് വരാം, ലോവർ കേസ് വരാം, ഡിജിറ്റ്സ് വരാം, സ്പെഷ്യൽ സിമ്പിൾസ് വരാം, വൈറ്റ് സ്പേസസ് വരാം. ഇത് കൂടാതെ നമ്മുടെ കീബോർഡിൽ കാണാറുള്ള കുറേ കീസ് ഉണ്ട്, ഫംഗ്ഷൻ കീസ്, ആരോ കീസ് തുടങ്ങിയവയെല്ലാം അതർ ആസ്കി ക്യാരക്ടേഴ്സിനകത്ത് വരുന്നവയാണ്. ഇവയെല്ലാം കൂടെ ചേർന്നിട്ടാണ് ക്യാരക്ടർ സെറ്റ് ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച ടോപ്പിക്കായിരുന്നു ടോക്കൺസ്. C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്കുകളെയാണ് ടോക്കൺസ് എന്ന് അറിയപ്പെടുന്നത്. അതിൽ 5 ഡിവൈഡ് ചെയ്യുന്നത് ടോക്കൺസിനെ: കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, പങ്ക്ച്വേറ്റേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഓരോന്നും എന്താണെന്ന് നോക്കാം. ടോക്കൺസിലെ ആദ്യത്തെ ആളാണ് കീവേഡ്സ്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആയാലും അതിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ വേർഡ്സ് കാണും. അതായത് ഒരു പർപ്പസിന് വേണ്ടി നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന വേർഡ്സ് കാണും. അങ്ങനെ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് തന്നെ അവയെ വിളിക്കുന്ന പേരാണ് റിസർവ്ഡ് വേർഡ്സ് എന്ന്. അങ്ങനെയുള്ള വേർഡ്സിനെ വിളിക്കുന്ന പേരാണ് കീവേഡ്സ് എന്ന്. C++ലെ കീവേഡ്സിൻ്റെ എക്സാമ്പിളുകളാണ് ഇൻറ്റ്, ചാർ, ഇഫ്, ബ്രേക്ക്, എൽസ്, വൈൽ തുടങ്ങിയവയൊക്കെ. ഇവയെല്ലാമാണ് കീവേഡ്സ് എന്ന് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് ഏതൊരു ലാംഗ്വേജിലും യൂസറിന് അഥവാ പ്രോഗ്രാമറിന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന കുറേ വേർഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറേ ടേംസ് ഉണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് ഐഡൻറ്റിഫയേഴ്സ്. അപ്പോൾ ഐഡൻറ്റിഫയേഴ്സിനെ യൂസർ അഥവാ പ്രോഗ്രാമർ ആയിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും കീവേഡ്സിനെ നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അഥവാ റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന വേർഡ്സിനെ ഐഡൻറ്റിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. ഐഡൻറ്റിഫയേഴ്സിൻ്റെ എക്സാമ്പിളാണ് ഫങ്ഷൻസിന് നമ്മൾ കൊടുക്കുന്ന പേരുകൾ, അതേപോലെ വേരിയബിൾസിന് കൊടുക്കുന്ന പേരുകൾ. അവയെല്ലാം ഐഡൻറ്റിഫയേഴ്സിൻ്റെ ഉദാഹരണങ്ങളാണ്. അടുത്തതായിട്ട് വരുന്നതാണ് പങ്ക്ച്വേറ്റേഴ്സ്. അതായത് C++ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ റൂൾസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾസിനെ വിളിക്കുന്ന പേരാണ് പങ്ക്ച്വേറ്റേഴ്സ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക മീനിങ് കൺവേ ചെയ്യാൻ വേണ്ടി അതിന് നമ്മൾ പറയുന്നതാണ് സിൻടാക്സ് ആൻഡ് സിമാൻറ്റിക്സിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന സിമ്പിൾസിനെ വിളിക്കുന്ന പേരാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന്. ഉദാഹരണത്തിന് ഹാഷ് സിമ്പിൾ, പലതരത്തിലുള്ള ബ്രാക്കറ്റ്സ്, സെമി കോളൻ തുടങ്ങിയവയെല്ലാം പങ്ക്ച്വേറ്റേഴ്സിൻ്റെ എക്സാമ്പിളുകളാണ്. പിന്നെ വരുന്നതാണ് ലിറ്ററൽസ്. ലിറ്ററൽസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് കോൺസ്റ്റൻസ് എന്ന്. കോൺസ്റ്റൻ്റ് എന്ന വാക്ക് നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം, വാല്യൂ ചേഞ്ച് ചെയ്യാത്തവയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, കോൺസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് ഒരിക്കലും ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ അവയുടെ വാല്യൂ അനുസരിച്ച് ലിറ്ററൽസിനെ അഥവാ കോൺസ്റ്റൻസിനെ 4 ഡിവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂവിൽ ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ, ഫ്രാക്ഷൻ ഇല്ലാത്ത ഡിജിറ്റ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ അവയെ ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്നും, ഇനി ആ കോൺസ്റ്റൻറ്റിനകത്ത് ഫ്രാക്ഷണൽ വാല്യൂസ് ഉണ്ടെങ്കിൽ അവയെ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് എന്നും, സിംഗിൾ കോട്ട്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാരക്ടറുകളെ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്നും, ഡബിൾ കോട്ട്സിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ സ്ട്രിങ് കോൺസ്റ്റൻ്റ് എന്നിങ്ങനെ 4 ലിറ്ററൽസിനെ അഥവാ കോൺസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. അടുത്ത വരുന്നതാണ് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് പേര് സൂചിപ്പിക്കും പോലെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾസിനെയാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സിമ്പിളെടുത്ത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല, അത് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള സിമ്പിൾസാണ് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് പ്ലസ് നമ്മൾ അഡീഷന് വേണ്ടി ഉപയോഗിക്കും, മൈനസ് സബ്ട്രാക്ഷന് വേണ്ടി ഉപയോഗിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിളായിട്ട് വരുന്നത്. അങ്ങനെയുള്ള സിമ്പിൾസിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റേഴ്സ് എന്ന്. നമ്മുടെ അടുത്ത ടോപ്പിക്കായിരുന്നു ഡേറ്റ ടൈപ്സ്. ഡേറ്റ ടൈപ്സ് ആർ ദ മീൻസ് ടു ഐഡൻറ്റിഫൈ ദ നേച്ചർ ഓഫ് ഡേറ്റ.
അതായത് ഡേറ്റയുടെ നേച്ചർ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗത്തിനെയാണ് ഡേറ്റ ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡേറ്റ ടൈപ്സിനെ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്: ഫണ്ടമെൻ്റൽ, ഡിറൈവ്ഡ്, യൂസർ ഡിഫൈൻഡ്. അതിൽ നമ്മൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സ് ആണ്. ആ ഫണ്ടമെൻ്റൽ ഡേറ്റ ടൈപ്സിനെ വീണ്ടും ഡേറ്റ ഏത് തരത്തിലുള്ളതാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി 5 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു: ക്യാരക്ടർ ഡേറ്റ ടൈപ്പ്, ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഡേറ്റ ടൈപ്പ്, ഡബിൾ ഡേറ്റ ടൈപ്പ്, വോയിഡ് ഡേറ്റ ടൈപ്പ് എന്നിങ്ങനെ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ടൈപ്പ് മോഡിഫയേഴ്സ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ഡേറ്റ ടൈപ്സ്, ഇൻറ്റിജർ, ഫ്ലോട്ട്, ഡബിൾ തുടങ്ങിയ ഡേറ്റ ടൈപ്സിൻ്റെ ഡെഫിനിഷൻസിനെ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ടൈപ്പ് മോഡിഫയേഴ്സ് എന്ന് വെച്ചാൽ. അതായത് ഡേറ്റ ടൈപ്പിൻ്റെ സൈസിനെയോ റേഞ്ചിനെയോ പ്രിസിഷനെയോ, അതായത് ഡേറ്റ ടൈപ്പിന് കൊടുക്കുന്ന മെമ്മറി അല്ലെങ്കിൽ അതിൽ ഉപയോഗിക്കാവുന്ന ഡിജിറ്റുകളുടെ എണ്ണം, അല്ലെ അതിൽ ഉപയോഗിക്കാവുന്ന ഡിജിറ്റുകളുടെ റേഞ്ച്, അവയൊക്കെ മോഡിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ടൈപ്പ് മോഡിഫയേഴ്സ്. അതിൻ്റെ എക്സാമ്പിളുകളാണ് സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട് എന്നിവ. അടുത്ത ടോപ്പിക്കാണ് ടൈപ്പ് കൺവേർഷൻ. അതിൽ ഡേറ്റ ടൈപ്പിൻ്റെ കൺവേർഷനാണ് നടക്കുന്നത്. അതായത് ഒരു വാല്യൂവിനെ ഒരു ഡേറ്റ ടൈപ്പിൽ നിന്ന് മറ്റൊരു ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡിനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. ടൈപ്പ് കൺവേർഷൻ 2 രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം: ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്നും എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്നും. ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ പെർഫോം ചെയ്യുന്നത് കമ്പൈലർ തന്നെയാണ്. C++ലെ കമ്പൈലർ തന്നെയാണ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ നടത്തുന്നത്. അതെപ്പോഴും ലോവർ ഡേറ്റ ടൈപ്പിലുള്ള ഡേറ്റയെ ഹയർ ലോട്ടായിരിക്കും കൺവേർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ടൈപ്പ് പ്രൊമോഷൻ എന്ന്. എന്നാൽ എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ ചെയ്യുന്നത് യൂസറാണ്, അഥവാ പ്രോഗ്രാമറാണ് ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ വിളിക്കുന്ന പേരാണ് ടൈപ്പ് കാസ്റ്റിംഗ്. നമുക്ക് ഒരു ഡേറ്റ ടൈപ്പിനെ മറ്റൊരു ഡേറ്റ ടൈപ്പ്, നമുക്ക് ഇഷ്ടമുള്ള ഡേറ്റ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യാം പ്രോഗ്രാമറിൻ്റെ യുക്തിക്കനുസരിച്ച്. അങ്ങനെ ചെയ്യുന്നതിനെയാണ് എക്സ്പ്ലിസിറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, എക്സ്പ്രഷൻസ്. ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസും കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു ഫോമിനെയാണ് എക്സ്പ്രഷൻ എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ഓപ്പറേഷൻ എഴുതാൻ വേണ്ടി എഴുതുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ആ എക്സ്പ്രഷൻസിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു: അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ എഴുതുന്ന എക്സ്പ്രഷൻസിനെ അരിത്തമെറ്റിക് എക്സ്പ്രഷൻ എന്നും, റിലേഷണൽ ഓപ്പറേഷൻസ് ആയ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ തുടങ്ങിയ ഓപ്പറേഷൻ ചെയ്യാൻ എഴുതുന്ന എക്സ്പ്രഷൻസിനെ റിലേഷണൽ എക്സ്പ്രഷൻ എന്നും, ലോജിക്കൽ ഓപ്പറേഷൻസ് ആയ ആൻഡ്, ഓർ, നോട്ട് തുടങ്ങിയവയെ റെപ്രസെൻ്റ് ചെയ്യുന്ന എക്സ്പ്രഷൻസിനെ ലോജിക്കൽ എക്സ്പ്രഷൻ എന്നും പറയുന്നു. അതിൽ അരിത്തമെറ്റിക് എക്സ്പ്രഷൻസിനെ വീണ്ടും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു: ഇൻറ്റിജർ എന്നും ഫ്ലോട്ടിംഗ് പോയിന്റ് എന്നും. അതായത് നമ്മളിപ്പം 2 നമ്പേഴ്സ് കൂട്ടുകയാണ്, അല്ലെ കുറയ്ക്കുകയാണ്, ഗുണിക്കുകയാണ്, അതെല്ലാം അരിത്തമെറ്റിക്കിനകത്ത് വരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിലെ ഓപ്പറൻസ്, അതിലുപയോഗിക്കുന്ന നമ്പേഴ്സ് ഫുള്ള് ഫ്രാക്ഷൻ ഇല്ലാത്തവയാണെങ്കിൽ അവയെ വിളിക്കുന്നതാണ് ഇൻറ്റിജർ എക്സ്പ്രഷൻ എന്ന്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടന്റ്, അല്ലെ ഉപയോഗിക്കുന്ന ഡേറ്റ ഫുള്ള് ഫ്രാക്ഷൻ ഉള്ള നമ്പേഴ്സ് ആണെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് എക്സ്പ്രഷൻ എന്ന്. നെക്സ്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒരു ലാംഗ്വേജിൽ അല്ലെ ഒരു പ്രോഗ്രാമിലെ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് സ്റ്റേറ്റ്മെൻ്റ് എന്ന്. അതിനെ പ്രധാനമായിട്ടും 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്: ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ വേരിയബിളുകൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മൾ കമ്പൈലറിന് പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. 2, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്ത വേരിയബിൾസിന് വാല്യൂസ് കൊടുക്കുന്നതിനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന് വിളിക്കുന്നത്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് വേരിയബിളിലേക്ക് ഡേറ്റ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമ്മുടെ ഔട്ട്പുട്ട് ഡിവൈസായ മോണിറ്റേഴ്സിലേക്ക് ഡേറ്റ കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്നും. അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്, അതായത് വാല്യൂസ് ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നും അറിയപ്പെടുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതിനകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച 2 ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററും ഡിക്രിമെൻ്റ് ഓപ്പറേറ്ററും. ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ വാല്യൂവിനെ ഒന്ന് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്നും, തിരിച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സിനെ ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ എന്നും പറയുന്നു. അതിന് 2 ഫോം ഉണ്ട്. അതായത് വേരിയബിളിന് മുൻപ് നമുക്ക് ഓപ്പറേറ്ററിനെ എഴുതാം, വേരിയബിളിന് ശേഷം എഴുതാം.
വേരിയബിളിന് മുൻപ് എഴുതിയാൽ അതിനെ പ്രിഫിക്സ് ഫോം എന്നും വേരിയബിളിന് ശേഷമാണ് എഴുതുന്നതെങ്കിൽ അതിനെ പോസ്റ്റ് ഫിക്സ് ഫോം എന്നും പറയുന്നു. ഇത് രണ്ടും ആ വേരിയബിളിൻ്റെക്ക് ഒന്ന് കൂട്ടാനോ കുറയ്ക്കാനോ നമുക്ക് ഉപയോഗിക്കാം. രണ്ടിനും ഇക്വലൻ്റ് ആയിട്ടുള്ളതാണ് പ്രിഫിക്സ് ഫോമും പോസ്റ്റ് ഫിക്സ് ഫോമും. നെക്സ്റ്റ്, അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അരിത്തമെറ്റിക് ഓപ്പറേഷനെയും അസൈൻമെൻറ്റ് ഓപ്പറേഷനെയും കമ്പൈൻ ചെയ്ത്, അതായത് വേഗത്തിൽ ഈ രണ്ട് ഓപ്പറേഷനും കൂടെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സായ പ്ലസ്, മൈനസ്, ഇൻറ്റു, ഡിവിഷൻ, മോഡുലസ് ഇവയുടെ കൂടെയെല്ലാം അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ അതിനെ അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കും. അതിൻ്റെ എക്സാമ്പിളുകളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഫോമും അതിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് എ പ്ലസ് ഈക്വൽ ടു 5 എന്നാൽ എ ഈക്വൽ ടു എ പ്ലസ് 5, അതായത് എ എന്ന വേരിയബിളിൻ്റെ കൂടെ 5 കൂട്ടുന്നതിന് തുല്യമാണ് എ പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറയുന്നത്. അതേപോലെ എല്ലാ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെയും കൂടെ നമ്മൾക്ക് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായ ഈക്വൽ ടുവിനെ കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അടുത്തത്, കഴിഞ്ഞ വർഷം നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും ഈ വർഷം നിങ്ങൾക്ക് ഇനി ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടും വരുന്ന ഒരു ടോപ്പിക്കാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് നോർമൽ ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷനെ ഓൾട്ടർ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. നോർമലി ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ സീക്വൻസ് വെച്ചിട്ടാണ്. ആദ്യം മുതൽ അവസാനം വരെയുള്ള ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് വെച്ചിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിനെ ഓൾട്ടർ ചെയ്യാൻ, അതിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. അവയെ പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്: സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും. അതിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന്. അതായത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് വർക്കൗട്ട് ചെയ്യുന്നത് ഒരു കണ്ടീഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് സെലക്ട് ചെയ്തായിരിക്കും പ്രോഗ്രാമിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ആ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമായിരിക്കും സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. കണ്ടീഷൻ തെറ്റാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സിനെ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അങ്ങനെ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനെ 6 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആ 6 ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെയാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് അത് ശരിയാണെങ്കിൽ മാത്രമായിരിക്കും ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. എൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 18 സി ഔട്ട് യു ഹാവ് പാസ്ഡ്. ഇവിടെ നമ്മുടെ ഔട്ട്പുട്ടിൽ വരേണ്ട യു ഹാവ് പാസ്ഡ് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യുന്നത് മാർക്ക് എന്ന വേരിയബിളിൻ്റെ വാല്യൂ 18-നേക്കാൾ മുകളിലോ അല്ലെ 18-ന് തുല്യമായോ വന്നാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് മാർക്കിൻ്റെ വാല്യൂ 15 ആണെങ്കിൽ ഒരിക്കലും നമ്മുടെ ഔട്ട്പുട്ടിലേക്ക് ഒരു കണ്ടൻറ്റ് വരുത്തില്ല. ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പ്രത്യേകത. അടുത്തത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇഫിൻ്റെ കൂടെ നമ്മളൊരു എൽസും കൂടെ പറയും. അത് ആ എക്സാമ്പിൾ നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും നമുക്ക്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, 2 വേരിയബിൾ എടുത്ത് എയും ബിയും, അതിൽ എയും ബിയും എ ബിയേക്കാൾ വലുതാണോ എന്ന് നോക്കുന്നു. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, അതായത് എ ആണ് വലുതെങ്കിൽ സി ഔട്ട് ഫസ്റ്റ് നമ്പർ ഈസ് ലാർജസ്റ്റ്, എൽസ് സി ഔട്ട് സെക്കൻഡ് നമ്പർ ഈസ് ലാർജസ്റ്റ്. ഇവിടെ കണ്ടീഷൻ എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷൻ ശരിയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിൽ ഫസ്റ്റ് നമ്പർ ഈസ് ലാർജസ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി അതല്ല, തിരിച്ച് ബി ആണ് വലുതെങ്കിൽ സെക്കൻഡ് നമ്പർ ഈസ് ലാർജസ്റ്റ് എന്ന് പ്രിൻ്റ് ചെയ്യും. ഇതാണ് ഇഫ് എൽസിൻ്റെ പ്രത്യേകത. അടുത്തായിട്ട് വരുന്നതാണ് എൽസ് ഇഫ് ലാഡർ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 2 സ്റ്റേറ്റ്മെൻറ്റ്സിനകത്തും നമുക്ക് ഒരു കണ്ടീഷൻ മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു. എന്നാൽ നമുക്ക് ചില സന്ദർഭങ്ങളിൽ ഒരുപാട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരും. അങ്ങനെ ഉള്ള സമയങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു മെത്തേഡാണ് എൽസ് ഇഫ് ലാഡർ. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. പെർസെൻറ്റേജ് എന്നൊരു വേരിയബിൾ, അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. അതായത് പെർസെൻറ്റേജിൻ എന്ന വേരിയബിളിൻ്റെ വാല്യൂ 90-നോ അതിന് മുകളിലോ ആണെങ്കിൽ എ പ്ലസ് എന്ന് സി ഔട്ട് ചെയ്യും, ഔട്ട്പുട്ടിലേക്ക് പ്രിൻ്റ് ചെയ്യും. ഇനി അതല്ല 80-ഓ അതിന് മുകളിലോ ആണെങ്കിൽ എ എന്ന് പ്രിൻ്റ് ചെയ്യും. ഇനി അതുമല്ല 70-ഓ അതിന് മുകളിലോ ആണെങ്കിൽ ബി പ്ലസ് എന്ന് പ്രിൻ്റ് ചെയ്യും. ഇതൊന്നുമല്ലാത്തൊരു മാർക്കാണ് ലഭിക്കുന്നതെങ്കിൽ ഏറ്റവും അവസാനത്തെ എൽസിന് ശേഷം കിടക്കുന്ന ലോ സ്കോർ എന്ന കാര്യമായിരിക്കും സി ഔട്ട് ചെയ്യുന്നത്. ഉദാഹരണത്തിന് 95 മാർക്ക് കിട്ടിയ
അല്ലെ 95 പെർസെൻറ്റേജ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ എങ്കിൽ അതിന് എ പ്ലസ് എന്നായിരിക്കും വരുന്നത്. 75 വരുന്നതെങ്കിൽ ബി പ്ലസ് എന്നായിരിക്കും വരുന്നത്. 50 എന്നാണ് വരുന്നതെങ്കിൽ ലോ സ്കോർ എന്നായിരിക്കും വരുന്നത്. അടുത്തതാണ് നെസ്റ്റഡ് ഇഫ്. അതായത് നെസ്റ്റഡ് എന്ന വാക്കുകൊണ്ട് എപ്പോഴും ഉദ്ദേശിക്കുന്നത് ഒരു കാര്യത്തിനുള്ളിൽ മറ്റൊന്ന് വരുന്നതിന്, അല്ലെ ഒരു കാര്യത്തിനുള്ളിൽ വീണ്ടും ആ ടൈപ്പിലുള്ള മറ്റൊരു കാര്യം വരുന്നതിനെയാണ് നെസ്റ്റഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെസ്റ്റഡ് ഇഫ് എന്ന് പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ഇഫിനകത്ത് മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. നമ്മൾക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളിനകത്ത് ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 80, മാർക്ക് എന്ന വേരിയബിളിൻ്റെ വാല്യൂ 80നേക്കാൾ മുകളിലാണെങ്കിൽ അത് ആ ബ്രാക്കറ്റിനകത്തേക്ക് കൺട്രോൾ പോകും. അവിടെ വീണ്ടും ഒരു ഇഫ് എഴുതിയേക്കുകയാണ്. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 18, അതായത് അവിടെ ഏജിൻ്റെ വാല്യൂ കൂടെ നോക്കുകയാണ്. അവിടെ എഴുതി സി ഔട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ്, എൽസ് സി ഔട്ട് നോട്ട് എലിജിബിൾ. അപ്പോൾ ഇവിടെ സി ഔട്ട് ആദ്യം എഴുതിയേക്കുന്ന സി ഔട്ട് എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് വർക്ക് ചെയ്യണമെങ്കിൽ, അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ആ രണ്ട് ഇഫ് കണ്ടീഷൻസും ശരിയായിരിക്കണം. മാർക്ക് 80നേക്കാൾ മുകളിലുമായിരിക്കണം, ഏജ് 18നേക്കാൾ മുകളിലായിരിക്കണം. അപ്പോൾ ഒരു ഇഫിനകത്ത് നമ്മൾ മറ്റൊരു ഇഫും കൂടി എഴുതി. അങ്ങനെ എഴുതുന്നതിനെയാണ് നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. ഇവിടെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. നേരത്തെ പറഞ്ഞ എൽസ് ഇഫ് ലാഡർ പോലെ തന്നെയുള്ള മറ്റൊരു ടൈപ്പാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ഇവിടെയും നമുക്ക് ഒന്നിലധികം കണ്ടീഷൻസിനെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ചെക്ക് ചെയ്യേണ്ട വേരിയബിൾ അല്ലെ എക്സ്പ്രഷനെ സ്വിച്ച് എന്ന കീവേഡിനുള്ളിലാണ് എഴുതുന്നത്. അതിന് വരാൻ സാധ്യതയുള്ള വാല്യൂസിനെ കേസ് എന്ന് പറഞ്ഞ കീവേഡ്സിന് ശേഷവും എഴുതും. അപ്പോൾ കേസ് 1 എന്ന് എഴുതി. ഇപ്പോൾ ഇവിടെ സ്വിച്ച് ഡേ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഡേയുടെ വാല്യൂ 1 ആണെങ്കിൽ സൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യും, 2 ആണെങ്കിൽ മൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യും, 3 ആണെങ്കിൽ ട്യൂസ്ഡേ എന്ന് പ്രിൻറ്റ് ചെയ്യും. ഇനി ഇതൊന്നുമല്ല മറ്റെന്തെങ്കിലുമാണ് കൊടുക്കുന്നതെങ്കിൽ ഡിഫോൾട്ട് എന്ന കീവേഡിന് ശേഷം എന്ത് കിടക്കുന്നോ അതായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇവിടെ ഡിഫോൾട്ട് ഇപ്പം നമ്മൾ 10 കൊടുക്കുന്നതെങ്കിൽ ഇൻവാലിഡ് എൻട്രി എന്നായിരിക്കും ഔട്ട്പുട്ടിനകത്ത് വരുന്നത്. നമ്മൾ കൊടുക്കുന്ന വാല്യൂ 1 ആണെങ്കിൽ സൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ സൺഡേ എന്ന് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താഴെയുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ അവിടുന്ന് പുറത്ത് വരാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് എന്ന കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനകത്തിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന ഓപ്പറേറ്ററിനകത്ത് 2 സിമ്പിൾസ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ക്വസ്റ്റ്യൻ മാർക്കും 2 ഡബിൾ കോളം. ഇത് ടേർണറി ഓപ്പറേറ്ററിൻ്റെ എക്സാമ്പിളാണ്. അതായത് നമുക്ക് 3 ഓപ്പറൻ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിൻ്റെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് കാണുമ്പോൾ ഇച്ചിരി നമുക്ക് മനസ്സിലാവും. മാർക്ക് ഗ്രേറ്റർ ദാൻ 40, അതായത് മാർക്ക് എന്ന വേരിയബിളിൻ്റെ വാല്യൂ 40നേക്കാൾ കൂടുതലാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അതാണ് നമ്മുടെ കണ്ടീഷൻ അഥവാ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞ് കിടക്കുന്നത് ട്രൂ കേസ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് വിളിക്കുന്നത്. അത് നമ്മൾ ആദ്യം എഴുതിയ കണ്ടീഷൻ ശരിയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്കിന് ശേഷം കിടക്കുന്ന കാര്യമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ സി ഔട്ട് പാസ്, ഇപ്പോൾ 40നേക്കാൾ മുകളിലാണ് മാർക്കെങ്കിൽ ഔട്ട്പുട്ടിൽ പാസ് എന്ന് കാണിക്കും. അതിനുശേഷം ഡബിൾ കോളം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വരുന്ന കണ്ടീഷനെ ഫോൾസ് കേസ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ കണ്ടീഷൻ തെറ്റാണെങ്കിൽ മാത്രമേ ഇനി പറയുന്ന കാര്യം എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. അതായത് ഇപ്പോൾ മാർക്ക് നമുക്ക് 20 മാർക്കേ കിട്ടുകയുള്ളൂ, അപ്പോൾ 40നേക്കാൾ മുകളിലല്ല, അപ്പം രണ്ടാമത് കിടക്കുന്നതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അങ്ങനെ ഈ 6 എണ്ണമാണ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സിനകത്ത് വരുന്നത്. അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞതിനകത്തിലെ എൽസ് ഇഫ് ലാഡറും സ്വിച്ചും തമ്മിലുള്ള കമ്പാരിസൺ ആണ്. രണ്ടും മൾട്ടി ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റുകളാണ്. അതായത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ ചില ചെറിയ വ്യത്യാസങ്ങൾ ഇവ തമ്മിൽ ഉണ്ട്. അതിൽ സ്വിച്ചിനകത്ത് നമുക്ക് ഇക്വാളിറ്റി കണ്ടീഷൻസ് മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ പോലുള്ള കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ പറ്റില്ല. എന്നാൽ എൽസ് ഇഫ് ലാഡറിനകത്ത് നമുക്ക് റിലേഷണൽ എക്സ്പ്രഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ സ്വിച്ചിനകത്ത് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബ്ലോക്കിൽ നിന്ന് പുറത്തേക്ക് വരും. ഇപ്പോൾ നമ്മൾ കേസ് 1 തന്നെ ശരിയാവുകയാണെങ്കിൽ ബ്രേക്ക് എന്ന കീവേഡ് എക്സിക്യൂട്ട് ചെയ്യും, അതിൽ നിന്ന് പുറത്ത് വരും. ആ ബ്രേക്ക് ഉപയോഗിച്ചാൽ മാത്രമേ അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റത്തുള്ളൂ. അതേസമയം എൽസ് ഇഫ് ലാഡറിനകത്ത് അങ്ങനെ ഒരു ബ്രേക്ക് എന്ന കീവേഡ് യൂസ് ചെയ്യേണ്ടി വരുന്നില്ല.
അത് ശരിയാണെങ്കിൽ മാത്രം എക്സിക്യൂട്ട് ചെയ്യും, ഇല്ലെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഇനി സ്വിച്ചിനകത്ത് ഡിഫോൾട്ട് എന്നൊരു കീവേഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഡിഫോൾട്ട് ആക്ഷൻ നടക്കാൻ, അതായത് നമ്മൾ കൊടുത്ത കണ്ടീഷൻസ് എല്ലാം തെറ്റാണ് എങ്കിൽ ഡിഫോൾട്ടിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിന് ഇക്വലൻ്റ് ആയിട്ട് എൽസ് ഇഫ് ലാഡറിൽ വരുന്നതാണ് എൽസ്. നമ്മൾ മുകളിൽ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം തെറ്റാണ് എങ്കിൽ എൽസിൻ്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലെ അടുത്ത ടൈപ്പാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓർ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവ ഉപയോഗിക്കുന്നത് നമുക്ക് ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു പ്രോഗ്രാമിനകത്തിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇവയെ 3 ഡിവൈഡ് ചെയ്യുന്നത്. ഈ ലൂപ്പ് തന്നെ 2 തരത്തിലാണ്, 2 ടൈപ്പിലാണുള്ളത്. എൻട്രി കൺട്രോൾ ലൂപ്പെന്നും എക്സിറ്റ് കൺട്രോൾ ലൂപ്പെന്നും. അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനെ എൻട്രി കൺട്രോൾഡ് ലൂപ്പെന്നും, എക്സിക്യൂട്ട് ചെയ്ത ശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പെന്നും പറയുന്നു. അപ്പോൾ ലൂപ്പുകൾ പ്രധാനമായിട്ടും 3 ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് ഒരു എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ആ ലൂപ്പിനകത്തിലേക്ക് എൻട്രി ചെയ്യത്തുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ i = 0, i < 10, i++. അതായത് ഐയുടെ വാല്യൂ 0, തുടക്കത്തിലൊരു വാല്യൂ 0 ആണ്. അത് 10 ആകുന്നത് വരെ നമ്മളുടെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മുടെ ലൂപ്പ് എന്ന് പറയുന്നത് ആ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന കണ്ടന്റാണ് സി ഔട്ട് ഐ എന്നുള്ളത്. അത് ഐയുടെ വാല്യൂ പ്രിന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഓരോ തവണ പ്രിന്റ് ചെയ്യുമ്പോഴും ഐയുടെ വാല്യൂ i++ 1 കൂട്ടിക്കൊണ്ട് ഇരിക്കും. അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 0 ആയിരിക്കും, പിന്നീട് അത് 1 ആവും, 2 ആവും, 3 ആവും, അങ്ങനെ 9 വരെ പ്രിന്റ് ചെയ്യും. അതായത് 10നേക്കാൾ ചെറുതാകി നിൽക്കുന്ന സമയം വരെ അത് പ്രിന്റ് ചെയ്യത്തുള്ളൂ. ഇനി 9 കഴിഞ്ഞാൽ പിന്നെ 10 ആവുന്നത്, അപ്പോൾ നമ്മുടെ കണ്ടീഷൻ തെറ്റാണ്. ഇതൊരു എൻട്രി കൺട്രോൾ ലൂപ്പ് ആയതുകൊണ്ട് കണ്ടീഷൻ തെറ്റായി കഴിഞ്ഞാൽ ഒരിക്കലും ലൂപ്പിലേക്ക് എൻറ്റർ ചെയ്യത്തില്ല. അങ്ങനെ 0 മുതൽ 9 വരെ ആയിരിക്കും ഇത് പ്രിന്റ് ചെയ്യുന്നത്. അടുത്തത് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പും ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. അതായത് കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് മാത്രമേ അത് ലൂപ്പിലേക്ക് എൻറ്റർ ചെയ്തുള്ളൂ. ഇവിടെ നേരത്തെ പോലെ ഐയുടെ വാല്യൂ, ആദ്യത്തെ വാല്യൂ 0 ആണ്. ഐ 10 ആകുന്നത് വരെ ഐയെ സി ഔട്ട് ഔട്ട്പുട്ടിലേക്ക് ചെയ്യുകയാണ്. അതേപോലെ ഓരോ തവണ ഔട്ട്പുട്ട് ചെയ്യുമ്പോഴും ഐയുടെ വാല്യൂ 1 കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയും നേരത്തെ പോലെ 0 മുതൽ 9 വരെ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അടുത്തതാണ് ഡു വൈൽ ലൂപ്പ്. ഡു വൈൽ ലൂപ്പ് ഒരു എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അതായത് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത് ലൂപ്പിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഐയുടെ വാല്യൂ 0 ആണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഐയെ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കും. അതിനുശേഷം i++, അതായത് ഐ ഇൻക്രിമെൻറ്റ് ചെയ്യും. അതിനുശേഷം മാത്രമേ ഐയുടെ വാല്യൂ ചെക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെ 0 മുതൽ 9 വരെ പ്രിന്റ് ചെയ്യും. പക്ഷെ ഓരോ തവണയും പുറത്തിറങ്ങുമ്പോഴായിരിക്കും അത് ചെക്ക് ചെയ്യുന്നത്, അതിൻ്റെ വാല്യൂ അല്ലെ അതിൻ്റെ കണ്ടീഷൻ കറക്റ്റ് ആണോ എന്നുള്ളത്. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് നെസ്റ്റഡ് ലൂപ്പ്. നമുക്ക് ലൂപ്പ് 3 ഉള്ളൂ. നെസ്റ്റഡ് ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞതിനകത്ത് ഏതെങ്കിലും ലൂപ്പുകൾ, ഒരു ലൂപ്പിനകത്ത് മറ്റൊരു ലൂപ്പ് വന്നാൽ അവയെ വിളിക്കുന്ന പേരാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന്. നേരത്തെ നെസ്റ്റഡ് ഇഫ് പറഞ്ഞതുപോലെ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഫോർ i = 1, i < or = 5, i++. അത് ആദ്യത്തെ ലൂപ്പ്. അതിനകത്ത് മറ്റൊരു ലൂപ്പ് എഴുതിയിട്ടുണ്ട്. ഫോർ j = 1, j < or i, j++. പെട്ടെന്ന് കണ്ടൊന്നും മനസ്സിലാവത്തില്ല. എന്നാൽ ഇത് ഉപയോഗിക്കുന്നത് ഒരു പാറ്റേൺ പ്രിന്റ് ചെയ്യാനാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. അതായത് ആ ഔട്ട്പുട്ടിൽ കൊടുത്തേക്കുന്ന പാറ്റേൺ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 ലൂപ്പ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ ആദ്യത്തെ ഐ വെച്ചുള്ള ലൂപ്പ് ഉപയോഗിച്ചേക്കുന്നത് അതിൽ എത്ര വരി പ്രിന്റ് ചെയ്യണമെന്ന് കാണിക്കാനാണ് ഐ എന്ന ലൂപ്പ് ഉപയോഗിച്ചേക്കുന്നത്. ഇനി ആ ഓരോ വരിയിലും എത്ര ഡിജിറ്റുകൾ വരണമെന്ന് കാണിക്കാനാണ് ജെ എന്ന ലൂപ്പ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ലൂപ്പിനകത്ത് മറ്റൊരു ലൂപ്പ് വരുന്നതിനെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ജംപ് സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്.
ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കാണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നത്. ഇതിലും 1-2 ടേംസ് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതായിരിക്കും. എന്നാൽ ഈ ടോപ്പിക്ക് നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നതാണ്. ഇപ്പോൾ ഇതിനകത്തിലെ ഈ ഫസ്റ്റ് ചാപ്റ്ററിനകത്തിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിലെ ജമ്പ് എന്ന വാക്ക് അർത്ഥമാക്കും പോലെ പ്രോഗ്രാമിൻ്റെ കൺട്രോളിനെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിനെ 4 ക്ലാസിഫൈ ചെയ്യുന്നു: ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ. അതിൽ ആദ്യത്തെയാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത് പ്രോഗ്രാമിൻ്റെ കൺട്രോളിനെ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ആ പർട്ടിക്കുലർ സ്റ്റേറ്റ്മെൻറ്റിനെ ലേബൽഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾക്ക് എങ്ങോട്ടാണോ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ പോകേണ്ട സ്ഥലത്തിനെ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെക്കണം. അപ്പോൾ ആ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കിനെ വിളിക്കുന്ന പേരാണ് ലേബൽ എന്ന്. ലേബൽ എപ്പോഴും ഒരു ഐഡൻറ്റിഫയർ ആണ്. ഐഡൻറ്റിഫയർ എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. യൂസറായിട്ട് ഡിഫൈൻ ചെയ്യുന്ന വേർഡിനെയാണ് ഐഡൻറ്റിഫയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ലേബൽ നമ്മൾ തന്നെ ഒരു ലേബൽ എഴുതി അങ്ങോട്ടേക്ക് കൺട്രോളിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ആ എക്സാമ്പിൾ നോക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും. ഇൻറ്റ് i = 1, ഐയുടെ വാല്യൂ 1 അവിടെ ആ ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്നതാണ് സ്റ്റാർട്ട്. അതാണ് ലേബൽ. ചുമ്മാ ഒരു വാക്ക് നമ്മളായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പ്രോഗ്രാമറാണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സ്റ്റാർട്ട് ഡബിൾ കോളിനിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയേക്കുന്നതാണ് cout i. അതിനുശേഷം i++, അത് ++i, രണ്ടും ഒരേ മീനിങ് തന്നെയാണ് കൺവേ ചെയ്യുന്നത്. ഐയുടെ വാല്യൂ 1 കൂടുന്നു. അത് കഴിഞ്ഞ് ഒരു കണ്ടീഷൻ എഴുതിയേക്കുന്നു: ഇഫ് i < ≤ 50, i 50-നേക്കാൾ ചെറുതോ തുല്യമോ ആണെന്ന് നോക്കുന്നു. അതിനുശേഷം ഗോ ടു സ്റ്റാർട്ട്, അതായത് ഐയുടെ വാല്യൂ 50 ആകുന്നത് വരെ സ്റ്റാർട്ടിലേക്ക് കൺട്രോളിനെ വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെല്ലുന്നു. അതിൻ്റെ നേരെ cout i എന്നാണ് എഴുതിയേക്കുന്നത്. വീണ്ടും താഴേക്ക് വരും. ഇതൊരു ലൂപ്പ് വർക്ക് ചെയ്യുന്നത് പോലെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. എത്ര തവണ വർക്ക് ചെയ്യുമെന്ന് ചോദിച്ചാൽ ഇവിടെ ഐയുടെ വാല്യൂ 50 ആകുന്നത് വരെ വർക്ക് ചെയ്യും. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് 1 മുതൽ 50 വരെയുള്ള വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. ഇവിടെ ഗോ ടു എന്നുള്ളത് കീവേഡും സ്റ്റാർട്ട് എന്നുള്ളത് ലേബലുമാണ്. എപ്പോഴും ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ ഒരു ലേബൽ കാണും. ആ ലേബലിൻ്റെ പേര് എപ്പോഴും സ്റ്റാർട്ട് എന്ന് തന്നെ ആവണം എന്നില്ല. അതിൽ യൂസറിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ലേബൽ കൊടുക്കേണ്ട സ്ഥലത്ത് യൂസറിന് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ആ പേര് തന്നെ ഗോ ടുവിൻ്റെ കൂടെ ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗോ ടു സ്കൂൾ, ഗോ ടു പാർക്ക് എന്ന് പറയുമ്പോൾ ഗോ ടുവിൻ്റെ കൂടെ എപ്പോഴും നമുക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ആ പോകേണ്ട സ്ഥലത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കണം. ഇങ്ങനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ലേബൽ എന്ന ടേം. അടുത്ത സ്റ്റേറ്റ്മെൻറ്റാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സ്വിച്ചിനകത്ത് പഠിച്ചിട്ടുണ്ട്. സ്വിച്ചിനകത്ത് ആ കേസ് ശരിയാണെങ്കിൽ അവിടെ നിന്ന് പുറത്ത് വരാൻ, ആ കൺട്രോളിൽ നിന്ന് പുറത്ത് വരാനായിട്ടായിരുന്നു ബ്രേക്ക് ഉപയോഗിച്ചത്. അതുതന്നെയാണ് ബ്രേക്കിൻ്റെ ഉപയോഗം. എവിടെയാണോ നിൽക്കുന്നത്, അല്ല ഏത് കണ്ടീഷനകത്താണോ നിൽക്കുന്നത് അവിടെ നിന്ന് പുറത്ത് വരാൻ വേണ്ടി, എക്സിറ്റ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് സ്വിച്ചിനകത്ത് നിന്ന് പുറത്ത് വരാൻ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ലൂപ്പുകളിൽ നിന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലൂപ്പ് എഴുതിയേക്കാണ് ഫോർ i = 0, i < 10, i++. ഈ ലൂപ്പ് 10 തവണ 0 മുതൽ 9 വരെയുള്ള 10 വാല്യൂസിന് ഇത് വർക്ക് ചെയ്യും. ഓരോ തവണ വർക്ക് ചെയ്യുമ്പോഴും ഐയുടെ വാല്യൂ cout ചെയ്യും. എന്നാൽ ആ ലൂപ്പിനകത്ത് എഴുതിയിട്ടുണ്ട് ഇഫ് i = 5 ബ്രേക്ക്. ഐയുടെ വാല്യൂ 5 ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ബ്രേക്ക് ചെയ്യാം. അപ്പോൾ ഈ ലൂപ്പ് യഥാർത്ഥത്തിൽ 10 തവണയാണ് വർക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഐയുടെ വാല്യൂ 5 ആകുമ്പോൾ ലൂപ്പിൽ നിന്നും പുറത്തു വരും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിനകത്ത് നമുക്ക് 0, 1, 2, 3, 4, 5 വരെയുള്ള കാര്യങ്ങളെ പ്രിൻറ്റ് ചെയ്യത്തുള്ളൂ. എന്നാൽ ആ ബ്രേക്ക് എഴുതിയില്ലായിരുന്നുവെങ്കിൽ ഈ ലൂപ്പ് 10 തവണ വർക്ക് ചെയ്യുകയും 0 മുതൽ 9 വരെ പ്രിൻറ്റ് ചെയ്യുകയും ചെയ്തേനെ. അപ്പോൾ എവിടെ ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നു അവിടെ ആ കൺട്രോൾ അതിൽ നിന്നും പുറത്തു വരും. അടുത്തതാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. ബ്രേക്ക് പോലെ തോന്നിപ്പിക്കുന്ന ഒന്നാണ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത
ഇത് ഏത് കണ്ടീഷനിലാണോ സ്പെസിഫൈ ചെയ്യുന്നത് ആ കണ്ടീഷനെ മാത്രം സ്കിപ്പ് ചെയ്തിട്ട് ആ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. അത് കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ ആ എക്സാമ്പിൾ നോക്കിയാൽ മതി. നമ്മൾ തൊട്ട് മുൻപെഴുതിയ അതേ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെയും കൊടുത്തേക്കുന്നത്. ഫോർ i ഈക്വൽ ടു 0, i ലെസ് ദാൻ 10, i പ്ലസ് പ്ലസ്. അതായത് ഐയുടെ വാല്യൂ 0 മുതൽ 9 വരെ വർക്ക് ചെയ്യും, ലൂപ്പ് വർക്ക് ചെയ്യും. ലൂപ്പിനകത്ത് എഴുതിയേക്കുന്നു ഇഫ് i ഈക്വൽ ടു 5 കണ്ടിന്യൂ. അതായത് ഐയുടെ വാല്യൂ 5 ആണെങ്കിൽ അല്ലെ 5 ആകുമ്പോൾ കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഇനി ആ ഔട്ട്പുട്ടിലേക്ക് നിങ്ങളൊന്ന് നോക്കിക്കേ. അതിലെന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്? 0, 1, 2, 3, 4. അത് കഴിഞ്ഞ് 5നെ നമ്മൾ സ്കിപ്പ് ചെയ്തേക്കുകയാണ്. പിന്നെ 6, 7, 8, 9. അതായത് 5നെ സ്കിപ്പ് ചെയ്യാൻ കാരണം ഇഫ് i ഈക്വൽ ടു 5 കണ്ടിന്യൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഐയുടെ വാല്യൂ 5 ആകുമ്പോഴുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ അത് സ്കിപ്പ് ചെയ്ത് കളയും, ലൂപ്പിൽ നിന്ന് സ്കിപ്പ് ചെയ്ത് കളയും. വീണ്ടും പഴയ പോലെ എക്സിക്യൂട്ട് ചെയ്യും. അതായത് ലൂപ്പിൽ നിന്ന് ഇത് പുറത്തേക്ക് പോകുന്നില്ല. ബ്രേക്ക് ആയിരുന്നെങ്കിൽ നേരെ 5 ആകുമ്പോൾ അത് പുറത്തു പോവുകയായിരുന്നു ചെയ്തു. ഇവിടെ അങ്ങനെയല്ല, 5ലുള്ള കണ്ടീഷൻസിനെ അല്ലെ ആ ഒരു കണ്ടീഷനിൽ വരുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ മാത്രമാണ് സ്കിപ്പ് ചെയ്ത് കളയുന്നത്. ബാക്കി ആ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. ലൂപ്പിൻ്റെ കണ്ടീഷൻ i ലെസ് ദാൻ 10 എന്നുള്ള കണ്ടീഷൻ ശരിയായി നിൽക്കുന്നിടത്തോളം കാലം ഈ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കും. ലാസ്റ്റ് പഠിക്കാനുള്ളതാണ് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്. റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ എഴുതുന്ന എല്ലാ പ്രോഗ്രാമിനകത്തും ലാസ്റ്റ് എഴുതാറുള്ള ഒരു കാര്യമാണ് റിട്ടേൺ 0 എന്നുള്ളത്. റിട്ടേൺ 2 കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. എയ്തർ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ ഉപയോഗിക്കാം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ റിട്ടേൺ 0 ഉപയോഗിക്കുന്നത്. അതല്ലെങ്കിൽ കൺട്രോൾ റിട്ടേൺ ചെയ്യാനും ഉപയോഗിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നിങ്ങൾ 3ാമത്തെ ചാപ്റ്റർ ഫങ്ഷൻസ് എന്ന 3ാമത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ വിശദമായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അപ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ പറഞ്ഞതിനകത്തിലെ ബ്രേക്കും കണ്ടിന്യൂ തമ്മിൽ ചെറിയൊരു കമ്പാരിസൺ ആണ്. നമ്മളത് കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കണം, ഏകദേശം ഒരേപോലെ ആയിരുന്നു അതിൻ്റെ എക്സാമ്പിൾ ഇരുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ ഒരേപോലെയാണ് വരുന്നത്, എന്നാൽ വ്യത്യാസങ്ങളും ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ബ്രേക്ക് എന്നത് സ്വിച്ചിനകത്തും ലൂപ്സിനകത്തും ഉപയോഗിക്കാൻ പറ്റും. എന്നാൽ കണ്ടിന്യൂ എന്ന കീവേഡ് നമുക്ക് ലൂപ്പിനകത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി ബ്രേക്കിൽ എവിടെയാണോ ബ്രേക്ക് വരുന്നത്, ബ്രേക്ക് എന്ന കീവേഡ് വരുന്നത്, അപ്പോൾ തന്നെ കൺട്രോൾ പുറത്തേക്ക് വരും. അവിടെ ലൂപ്പിൻ്റെ കണ്ടീഷനോ ഒന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെ ബ്രേക്ക് എഴുതുന്നോ അവിടെ കൺട്രോൾ പുറത്ത് വരും. എന്നാൽ കണ്ടിന്യൂവിനകത്ത് ഒരിക്കലും ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കൺട്രോൾ പോകുന്നില്ല. എവിടെയാണോ കണ്ടിന്യൂ എഴുതിയിരിക്കുന്നത്, ഏത് കണ്ടീഷനിലാണോ കണ്ടിന്യൂ എഴുതിയിരിക്കുന്നത്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാതിരിക്കും, അല്ലെ ആ ഒരു വാല്യൂവിന് മാത്രമായിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാതെ ഇരിക്കുന്നത്. ഇനി ബ്രേക്ക് എഴുതുമ്പോൾ ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മൾ ആദ്യം കൊടുക്കുന്ന i ലെസ് ദാൻ 10 എന്നുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ ശരിയാണെങ്കിൽ കൂടി ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്താൽ, ലൂപ്പിനകത്ത് ബ്രേക്ക് എക്സിക്യൂട്ട് ചെയ്താൽ കൺട്രോൾ പുറത്തേക്ക് വരും. എന്നാൽ കണ്ടിന്യൂവിൽ അങ്ങനെയല്ല, മുകളിലുള്ള ടെസ്റ്റ് എക്സ്പ്രഷൻ തെറ്റുമ്പോൾ മാത്രമേ ലൂപ്പിൽ നിന്ന് കൺട്രോൾ പുറത്തേക്ക് പോവുകയുള്ളൂ. ഇതാണ് ബ്രേക്കും കണ്ടിന്യൂ തമ്മിലുള്ള വ്യത്യാസം. റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് എന്ന ഈ ചാപ്റ്ററിലെ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കുകൾ ഏതെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സാക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ നിങ്ങൾ 101% ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. സാക്കിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സിൻ്റെ വീഡിയോസ് കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും അതിൽ കമൻറ്റ് ചെയ്യുക.